എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരേട്ടയിൽ ഫസി മാച്ചിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ ഡെമോയിൽ യൂസ് ചെയ്യുന്ന എ പി ഐയുടെ എൻഡ് പോയിന്റ് ഇതാണ്. ഈ ഒരു എ പി ഐ ഞാൻ മോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എ പി ഐ ഡയറക്റ്റ്ലി ബ്രൗസറിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടും. അത് ഞാൻ കാണിക്കാം. ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോമിൽ ആ URL ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇതേ റെസ്പോൺസ് കിട്ടും. ഇനി ഞാൻ ഈ റെസ്പോൺസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റെസ്പോൺസിനകത്ത് നെയിം എന്നൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ ബില്ലിയാണ്. അതുപോലെ ടൈപ്പ് എന്നൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ ലോൾ എന്നാണ്. ID എന്നൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ UUID വാല്യൂ ആണ്. ഈ സബ്മിൻ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ ബൂളിയൻ ആയിട്ടുള്ള ട്രൂ എന്ന വാല്യൂ ആണ്. ഏജ് എന്നൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ നമ്പർ ആയിട്ടുള്ള 50 എന്നുള്ള വാല്യൂ ആണ്. പിന്നെ നൾ കീ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, ഈ കീയുടെ വാല്യൂ നള്ളാണ്. അപ്പോൾ ഇതാണ് ഈ റെസ്പോൺസിനകത്തുള്ളത്. ഇനി നമ്മൾ ഫസി മാച്ചിങ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് കരേട്ടയിൽ അസേഷൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്ലിപ്സ് IDEക്കകത്ത് ഫസി മാച്ചിങ് ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ സാധാരണ നമ്മൾ കരേട്ടെ കോഡ് യൂസ് ചെയ്യുന്ന പോലെ URL ഹിറ്റ് ചെയ്യാനുള്ള കോഡും അതിനുശേഷം മെത്തേഡ് ഏതാണോ യൂസ് ചെയ്യേണ്ടത് ആ മെത്തേഡ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെസ്പോൺസ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് റെസ്പോൺസ് സിംഗിൾ ലൈനിൽ അസേർട്ട് ചെയ്ത് നോക്കാൻ, മാച്ച് ചെയ്ത് നോക്കാനുള്ള അസേർഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ സ്റ്റാർ മാച്ച് എന്നൊരു കീവേഡ്, റെസ്പോൺസ് എന്ന കീവേഡിനകത്താണ് കരേട്ടെ കംപ്ലീറ്റ് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം ഡബിൾ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ആ പർട്ടിക്കുലർ JSON കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഫസി മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ റിയൽ ടൈമിൽ API ടെസ്റ്റ് ചെയ്യുമ്പോൾ API ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിൽ ചില കീസ് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കീ പ്രസൻ്റ് ആണോ എന്ന് നോക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ നള്ളാണോ ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നോട്ട് നള്ളാണോ ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കീ അതിൻ്റെ അത് പ്രസൻ്റ് അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും, ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ ബൂളിയൻ ആണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ നമ്പറാണോ എന്നീ പല ചെക്കുകൾ നമുക്ക് നടത്തുന്നതായിട്ട് വരും. അപ്പോൾ കരേട്ടയിൽ ഈ കൺസെപ്റ്റ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഫസി മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ 16th ലൈനിൽ ഈ നോട്ട് പാഡ് ഫയലിനകത്ത് ഫസി മാച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റാർ മാച്ച് റെസ്പോൺസ് ഡബിൾ ഈക്വൽ ടു നെയിം ഈക്വൽ ടു, ഇവിടെ ഞാൻ സിംഗിൾ കോഡ്സിനുള്ളിൽ ഹാഷ് സിമ്പൽ, അതിനുശേഷം ഇഗ്നോർ എന്നൊരു മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മാർക്കർ എന്നാണ് കരേട്ടയിൽ പറയുന്നത്, ഹാഷ് ഇഗ്നോർ എന്നുള്ളതിനെ മാർക്കർ എന്നാണ് പറയുന്നത്. അപ്പം ഈ മാർക്കർ യൂസ് ചെയ്ത് നമുക്ക് നെയിം എന്നൊരു പർട്ടിക്കുലർ കീ ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് എന്ന കീയുടെ വാല്യൂ ലോൽ എന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതായത് സ്റ്റാർ റിജക്ഷൻ എന്നൊരു എക്സ്പ്രഷൻ ഇടുക, അതിനുശേഷം ആ എന്ത് റിജക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ട റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ വാല്യൂ ഈ റെഗുലർ എക്സ്പ്രഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫെയിൽ ആവും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു വാല്യൂ എന്ന് പറയുന്ന ഒരു UUID വാല്യൂ ആണ്. അപ്പം ഒരു UUID വാല്യൂ ആണോ എന്ന് നോക്കാൻ വേണ്ടി കരേട്ടെ #UUID എന്ന് പറഞ്ഞൊരു മാർക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാർക്കർ ഡയറക്റ്റ് റെസ്പോൺസ് യൂസ് ചെയ്യുക. അതുപോലെ ഈ സബ്മിൻ എന്ന കീയുടെ വാല്യൂ ട്രൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ബൂളിയൻ വാല്യൂ ആണോ വരുന്നത് നോക്കാൻ വേണ്ടി മാർക്കറായ ഹാഷ് ബൂളിയൻ എന്നുള്ള മാർക്കർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏജിൻ്റെ വാല്യൂ ഇവിടെ 50 ആണ്, അതൊരു നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്യാം. ഇനി ഒരു വാല്യൂ, ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ നള്ളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നള്ളെന്നുള്ള മാർക്കർ യൂസ് ചെയ്യാം. ഈ നോട്ട് നള്ളാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നോട്ട് നൾ എന്ന് പറഞ്ഞ് ഒരു മാർക്കറും ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇത്ര എക്സാമ്പിൾസ് ആണ് ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അതുപോലെ ഒരു ഓപ്ഷണൽ കീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഡെമോ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഞാൻ എക്ലിപ്സ് IDEയിൽ ഓൾറെഡി കുറച്ച് ഭാഗം കമൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്, ഈ സിനാരിക്കകത്തേക്ക്. ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇഗ്നോറിൻ്റെ
കാര്യം ഞാൻ പറഞ്ഞു, റിജക്സ് എന്ന മാർക്കറിൻ്റെ കാര്യം പറഞ്ഞു, UUID എന്ന മാർക്കറിൻ്റെ കാര്യം പറഞ്ഞു, ബൂളിൻ എന്ന മാർക്കറിൻ്റെ കാര്യം പറഞ്ഞു, നമ്പർ എന്ന മാർക്കറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് മാച്ച് എന്ന കീവേഡ് യൂസ് ചെയ്ത് അസർഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലൈൻ ഇവിടെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് റീഡബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ കമൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാവും. അപ്പം ഇവിടെ നെയിം എന്നൊരു കീ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയാണ് ഹാഷ് ഇഗ്നോർ എന്ന മാർക്കർ യൂസ് ചെയ്ത്. ടൈപ്പ് എന്ന കീയുടെ വാല്യൂ ലോൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷനാണിത്. ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റെഗുലർ എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ UUID എന്ന വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി, ID എന്ന കീയുടെ വാല്യൂ ഒരു UUID ആണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്യുന്നത്. ഈ സബ്മിൻ എന്ന കീയുടെ വാല്യൂ ട്രൂ ആണ്. അതിൻ്റെ വാല്യൂ ബൂളിയൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെക്കിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജ് എന്ന കീയുടെ വാല്യൂ ഒരു നമ്പറാണ്. അപ്പോൾ അത് നമ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നൾ കീ എന്നൊരു കീ ഉണ്ട് റെസ്പോൺസിനകത്ത്. ആ കീയുടെ വാല്യൂ നള്ളാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ കീ റെസ്പോൺസിനകത്ത് പ്രസൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു അസർഷൻ ആഡ് ചെയ്താൽ മതി. അത് ഞാൻ ഇവിടെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുവാണ്. അതിന് ഞാൻ സ്യൂട്ടബിൾ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പിന്നീട് വായിച്ച് നോക്കി മനസ്സിലാവും. റെസ്പോൺസിനകത്ത് നെയിം എന്നൊരു കീ ഉണ്ട്. അത് പ്രസൻ്റ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർക്കർ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു പർട്ടിക്കുലർ കീ പ്രസൻ്റ് അല്ല എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുവാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ മാച്ച് വെച്ചുള്ള അസർഷൻ ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ നോക്കുന്നത് നോപ്പ് എന്നൊരു കീ റെസ്പോൺസിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നോപ്പ് എന്നൊരു കീ റെസ്പോൺസിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പാസ്സാവും. ഇനി അടുത്ത അസർഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ സ്ട്രിങ് വാല്യൂ ആണോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഈ അസർഷൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അസർഷൻ ഞാൻ ഈ ഫീച്ചർ ഫയലിലെ സിനാരിയോ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെസ്പോൺസിൽ വരുന്ന നെയിം എന്ന കീയുടെ വാല്യൂ ഹാഷ് സ്ട്രിങ് എന്ന മാർക്കർ യൂസ് ചെയ്ത് അസർഷൻ ചെയ്തിരിക്കുകയാണ്. നെയിം എന്ന കീയുടെ വാല്യൂ ബില്ലി എന്നുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ അത് പാസ്സാവും. അടുത്തത് ഓപ്ഷണൽ കീ മാർക്കറാണ്. ഒരു പർട്ടിക്കുലർ കീ നമുക്ക് ഓപ്ഷണലായിട്ടും അതേസമയം ആ കീയുടെ വാല്യൂ നള്ളും ആകാം. അങ്ങനെയുള്ള കേസിൽ ഡബിൾ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള മാച്ച് അസർഷനാണിത്. ഇത് ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സെനേരിയോ 1 പാസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത എല്ലാ അസർഷനും ഇൻക്ലൂഡിങ് ഫസി മാച്ചിങ്ങിൻ്റെ റിലേറ്റഡ് അസർഷനും എല്ലാം പാസ്സായി. നമുക്ക് ഇനി അത് റിപ്പോർട്ടിൽ അത് വെരിഫൈ ചെയ്യാം. ബ്രൗസറിൽ റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫീച്ചർ ഫയൽ പാസ്സായി. അതുപോലെ അതിനകത്ത് സെനേരിയോ പാസ്സായി. നമ്മൾ കൊടുത്തിരിക്കുന്ന കമൻറ്റ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് ഈ ഫീച്ചർ ഫയലിലെ സെനേരിയോ റീഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കമൻറ്റ്സ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓപ്ഷണൽ കീയുടെ കേസിലാണ്. ഇവിടെ ഞാൻ ഡബിൾ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷണൽ കീ എന്നൊരു കീ ഞാൻ അതൊരു ഓപ്ഷണൽ വാല്യൂ കീ ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ വാല്യൂ നള്ളാണേലും ഈ പർട്ടിക്കുലർ അസർഷൻ പാസ്സാവും. 19th ലൈനിൽ ചെയ്യുന്ന ഫസി മാച്ചിങ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിനകത്ത് നെയിം എന്നൊരു കീ ഉണ്ട്. അതിൻ്റെ വാല്യൂ സ്ട്രിങ് ആണോ എന്നുള്ള ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ 17th ലൈനിലെ ഫസി മാച്ചിങ് ചെയ്യുന്നത്, അതായത് റെസ്പോൺസിൽ നോപ്പ് എന്ന് പറഞ്ഞൊരു കീ ഇല്ല എന്നുള്ളത് ഞാൻ അവിടെ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ 15th ലൈനിൽ റെസ്പോൺസിൽ നെയിം എന്നൊരു കീ പ്രസൻ്റ് ആണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നു. 13th ലൈനിൽ കംപ്ലീറ്റ് റെസ്പോൺസിലെ എല്ലാ കീ വാല്യൂസും ഒറ്റ സ്ട്രെച്ചിന് ഫസി മാച്ചിങ് യൂസ് ചെയ്ത് അസർട്ട് ചെയ്ത് നോക്കുവാണ്. ഇവിടെ ഞാൻ റെസ്പോൺസ് എന്ന ഫുൾ കീവേഡാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കീ സ്പെസിഫിക് ആയിട്ട് റെസ്പോൺസ് ഡോട്ട് നെയിം അല്ലെങ്കിൽ റെസ്പോൺസ് ഡോട്ട് ടൈപ്പ് എന്നല്ല കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്പോൺസ് ഡബിൾ ഈക്വൽ ടു കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നെയിം എന്ന കീ ഞാൻ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഹാഷ് ഇഗ്നോർ എന്ന മാർക്കർ യൂസ് ചെയ്ത് ടൈപ്പ് എന്ന കീയുടെ വാല്യൂ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്താണ് അസേർട്ട് ചെയ്ത് നോക്കുന്നത്. ID എന്ന കീയുടെ വാല്യൂ
#UUID എന്ന മാർക്കർ യൂസ് ചെയ്ത് അസേർട്ട് ചെയ്യുന്നു. അതുപോലെ ഈ സബ്മിൻ എന്ന കീയുടെ വാല്യൂ ബൂളിയൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി #boolean എന്ന ഫസി മാച്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏജ് എന്ന കീയുടെ വാല്യൂ നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി #number എന്ന മാർക്കർ യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ നൾ കീ എന്നൊരു കീ റെസ്പോൺസിനകത്തുണ്ട്, അതിൻ്റെ വാല്യൂ നള്ളാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി #null എന്നുള്ള മാർക്കർ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കരാട്ടയിൽ ഫസി മാച്ചിങ് ചെയ്യുന്നത്. റിയൽ ടൈമിൽ നമുക്ക് API റെസ്പോൺസ് വരുമ്പോൾ ചില കീസ് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചില കീസ് പ്രസൻ്റ് ആണോ, ചില കീസിൻ്റെ വാല്യൂ നള്ളാണോ, അല്ലെങ്കിൽ ചില കീസ് നോട്ട് പ്രസൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു കീയുടെ വാല്യൂ സ്ട്രിങ് ആണോ, ബൂളിയൻ ആണോ, നമ്പർ ആണോ, ഇങ്ങനെയുള്ള പല സെഷൻസും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കരാട്ടയിൽ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസി മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതുപോലെ git pull എന്ന കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് കോഡ് നിങ്ങളുടെ ലോക്കൽസിലേക്ക് പുൾ ചെയ്തെടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫസി മാച്ചിങ് എന്നൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.